പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 29ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാദാഭായി ഗോപബന്ധു തിലകോ ഗാന്ധിരാധൃതാഃ രമണോ മാളവീയശ്ച ശ്രീ സുബ്രഹ്മണ്യ ഭാരതി. ഇതിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തിലകൻ, ബാലഗംഗാധര തിലകൻ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്നത് ആരുടെ ഗർജനമാണ് എന്ന് സ്വതന്ത്ര ഭാരതത്തിലെ ഓരോ കുഞ്ഞിനും അറിയാം. സ്വാതന്ത്ര്യം നേടുന്നതിനും 30 വർഷം മുമ്പ് ഇത് പറയുവാൻ തന്നെ അത്യന്തം അസാധാരണമായ ധൈര്യം വേണ്ടിയിരുന്നു. അദ്ദേഹത്തെയാണ് ലോകമാന്യ ബാലഗംഗാധര തിലകൻ, ഭാരതത്തിൻ്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ബാലഗംഗാധര തിലകൻ ജനിച്ചത്. അച്ഛൻ ഗംഗാധർ പന്ത് തിലകൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. വീട്ടിൽ നിന്നു തന്നെ പാരമ്പര്യമായി സംസ്കൃതജ്ഞാനവും വേദ അധ്യയനവും ബാലന് ലഭിച്ചു. ഗണിതത്തിലും അവൻ മിടുക്കനായിരുന്നു. അധ്യാപകൻ കണക്കിലെ പ്രശ്നങ്ങൾ പഠിപ്പിച്ചു തീരുന്നതിനു മുമ്പ് അതിൻ്റെ ഉത്തരം തിലകന്റെ കയ്യിലുണ്ടായിരുന്നു. 5 ചെമ്മരിയാടുകൾ 28 ദിവസം കൊണ്ട് തിന്നു തീർക്കുന്ന പുല്ല് 20 ദിവസം കൊണ്ട് അതേ തോതിൽ എത്ര എണ്ണത്തിന് തികയും? 7. ആരടാ ചോദ്യത്തിനിടയിൽ ഉത്തരം വിളിച്ചു പറഞ്ഞത്? ബാൽ കുട്ടികളെല്ലാം ഒന്നിച്ചുത്തരം പറഞ്ഞു. നീയൊന്നും എഴുതിയില്ലല്ലോ, എവിടെ നോക്കിയാണ് ഉത്തരം പറഞ്ഞത്? മനക്കണക്കായിട്ടാണ് ഗുരുജി ഉത്തരം പറഞ്ഞത്. ഇതായിരുന്നു ബാലിൻ്റെ പ്രതിഭ. സ്വതന്ത്ര ചിന്ത എന്നത് ബാലിൻ്റെ ജന്മസിദ്ധമായിരുന്നു. ഒരിക്കൽ ക്ലാസ്സിൽ കപ്പലണ്ടിത്തോട് ചിതറിക്കിടക്കുന്നത് കണ്ട് അധ്യാപകൻ കുട്ടികളെ ചോദ്യം ചെയ്തു. ആരും കുറ്റക്കാരൻ്റെ പേര് പറഞ്ഞില്ല. എല്ലാവർക്കും 2 ചൂരലടി ശിക്ഷയായി നൽകിയ സമയത്ത് ബാൽ കൈനീട്ടാൻ തയ്യാറായില്ല. തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിന് ശിക്ഷ വാങ്ങണം എന്നതായിരുന്നു ബാലിൻ്റെ ചോദ്യം. എന്നാൽ നീ കുറ്റക്കാരൻ്റെ പേര് പറ എന്ന് പറഞ്ഞപ്പോൾ മറുപടി ഏഷണി നല്ല സ്വഭാവമല്ലല്ലോ എന്നായിരുന്നു. സ്കൂൾ അധികൃതർ ബാലിനെ വിദ്യാലയത്തിൽ നിന്നും പുറത്താക്കി. എന്നാൽ പിറ്റേന്ന് ഗംഗാധർ പന്ത് വിദ്യാലയത്തിൽ വന്ന് മകനെ പിന്താങ്ങി സംസാരിച്ചപ്പോൾ അവർ തിരിച്ചെടുക്കുവാൻ തയ്യാറായി. ജീവിതകാലം മുഴുവൻ ഇതേ സ്വാതന്ത്ര്യവും ധീരതയുമാണ് തിലകന്റെ നിലപാട്. അച്ഛൻ ഗംഗാധർ പന്തിന് പൂനെയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അതോടെ പൂനെയിലെ വിശാലമായ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ബാലിന് തുറന്നു കിട്ടി. അവിടെ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ചു. പൂനെയിലെത്തി അധികം കഴിയാതെ അമ്മ മരണമടഞ്ഞു. കഠിനമായ സൂര്യോപാസന നടത്തിയാണ് ആ സ്വാതി ബാലിനെ ഗർഭം ധരിച്ചത്. കഠിനവ്രതങ്ങൾ അവരെ ദുർബലഗാത്രയാക്കിയിരുന്നു. ബാലിൻ്റെ ശരീരവും ബാല്യകാലത്തും കൗമാരത്തിലും ദുർബലമായിരുന്നു. തൻ്റെ അപ്പൂപ്പനിൽ നിന്നും 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വീരയോദ്ധാക്കളുടെ വീരധീരകൃത്യങ്ങൾ ബാലിന് പകർന്നു കിട്ടി. അവരുടെ കർമ്മഭൂമിയിലെത്തിയത് ബാലിൻ്റെ സാമൂഹ്യ സേവന ഭാവത്തെ കത്തിജ്വലിപ്പിച്ചു. അമ്മയുടെ മരണത്തെ തുടർന്ന് 16ാം വയസ്സിൽ തന്നെ തിലകൻ സത്യഭാമ എന്ന സ്വാതിയെ വിവാഹം ചെയ്തു. ദീർഘകാലം അവരുടെ ദാമ്പത്യം നിലനിന്നു. ബോംബെയിലെ എലിഫസ്റ്റൺ കോളേജിൽ നിന്നാണ് തിലകൻ BA LLB എന്നീ ബിരുദങ്ങൾ കരസ്ഥമാക്കിയത്. 1879 LLB നേടുമ്പോൾ അത്തരത്തിൽ ഭാരതത്തിൽ 2 ബിരുദം നേടുന്ന ആദ്യ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പഠനശേഷം തുറന്നു കിട്ടിയ നിരവധി ഉന്നത സർക്കാർ പദവികൾ വേണ്ടെന്ന് വെച്ച് സ്വന്തം നാടിൻ്റെ ഉന്നമനത്തിന് പ്രവർത്തിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. തിലകൻ പഠിച്ച കോളേജിൽ ദാദാഭായ് നവറോജി തുടങ്ങിയവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സ്വാധീനവും ഈ തീരുമാനത്തിന് കാരണമായിരിക്കാം. ആദ്യം പൂനെയിലെ ഒരു വിദ്യാലയത്തിൽ പഠിപ്പിച്ചു. പിന്നീട് മിത്രങ്ങളും വിദ്യാഭ്യാസ ചിന്തകരുമായ അഗർക്കർ, ചിപ്ലൂക്കർ എന്നിവരുമായി ചേർന്ന് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങി.
അത് വൻ വിജയമാവുകയും അതേ പദ്ധതിയിൽ ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ച് നിരവധി വിദ്യാലയങ്ങൾ തുടങ്ങുകയും ചെയ്തു. പൂനെയിലെ ഫർഗ്യൂസൺ കോളേജ്, ബോംബെ കോളേജ്, ഗ്രേറ്റ് മഹാരാഷ്ട്ര കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് എന്നിവയും ആരംഭിച്ചു. ഇവയെല്ലാം ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറി. വിദ്യാർത്ഥികളെല്ലാം സ്വദേശപ്രേമികളായി മാറണമെന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അതിനനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും ആവിഷ്കരിച്ചു. ഈ സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾ പിന്നീട് ദേശീയ പ്രസ്ഥാനങ്ങളുടെ നട്ടെല്ലായി തീരുകയും ചെയ്തു. ജനങ്ങളെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ബോധവൽക്കരിക്കുവാൻ കേസരി എന്ന മറാഠി പത്രവും മറാഠ എന്ന ഇംഗ്ലീഷ് വാരികയും ആരംഭിച്ചു. ഇവ രണ്ടും വളരെ പെട്ടെന്ന് പ്രസിദ്ധി നേടി. ബ്രിട്ടീഷ് ഭരണകൂടത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഭാഷ സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതായിരുന്നു. അതിനാൽ അവ പെട്ടെന്ന് ജനകീയമായി മാറി. ബാലവിവാഹ നിരോധന നിയമം, വിധവാ വിവാഹ നിയമം എന്നിവയ്ക്കായുള്ള പോരാട്ടത്തിൽ കേസരിയും മറാഠയും വലിയ പങ്കുവഹിച്ചു. ജനങ്ങളുടെ പടവാളായി തിലകന്റെ പേന മാറി. തൻ്റെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആദ്യ വർഷം ശമ്പളം പറ്റാതെയും പിന്നീട് ചെറിയ വേതനം പറ്റിയും തിലകൻ സംസ്കൃതവും ഗണിതവും പഠിപ്പിച്ചു കൊണ്ടിരുന്നു. ബാലഗംഗാധര തിലകനെ കുറിച്ചുള്ള ജീവിത സംഭവം നമുക്ക് നാളെയും തുടരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.